ഞാൻ ആദ്യമായിട്ട് ഒരു പുസ്തകത്തിലേക്ക് കടക്കുന്നത് പ്രൈമറി സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിന് കാരണമായത് ഒരു അധ്യാപകനാണ്. പുസ്തകം ചോദിച്ച് ചെല്ലുമ്പോൾ അവിടുന്ന് ഓടിക്കോ എന്ന് പറഞ്ഞ് ഓടിക്കുന്നതായിരുന്നു പലരും. അലമാരയുടെ പുറത്ത് പോയി നിന്ന് അവിടെ ഇരിക്കുന്ന ഷേക്സ്പിയറേയും അല്ലെങ്കിൽ MD വാസുദേവൻ നായരെയൊക്കെ വെറുതെ നോക്കിയിട്ട് തിരിച്ചു പോയ ഒരു ബാല്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പുറത്ത് ചെറിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഞാൻ വലിയ ഉത്സവങ്ങളിൽ വ്യാപരിക്കുകയായിരുന്നു. അതിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം വലിയ വലിയ നോവലുകൾ, നാലുകെട്ടും കാലവും ഒക്കെ നമുക്ക് തന്നത് ആ വായനയുടെ പിൻബലത്തിലാണ്. ഈ അമ്മയും അച്ഛനും ഒക്കെ കൂടെ ഈ 4ാമത്തെ കുട്ടി ജനിക്കാതിരിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗർഭം അലസിപ്പോയിരുന്നെങ്കിൽ എന്തായാലും മലയാള സാഹിത്യത്തിൻ്റെ അവസ്ഥ. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ലൈബ്രറികൾ ഒന്ന് ഒരു ഇന്ത്യക്കാരൻ്റെതാണ്. ആരുടെയാണെന്നറിയാമോ? ഒരു സ്ത്രീ വലിയ അധികാരവും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമുദായ അംഗത്തിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു അനുഭവം ഒരു നോവലിലൂടെ വരികയാണ്. ഏകാന്തതയിലിരുന്ന് വായിക്കുമ്പോൾ എഴുത്തുപോലെ തന്നെ ഒരു പ്രക്രിയയാണ്. അപ്പം എഴുതുന്ന ആളിന് മാത്രമല്ല, വായിക്കുന്ന ആളിനും ഭാവനയുണ്ട്, പ്രതിഭയുണ്ട്. അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ നല്ല വായനക്കാരനാവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഊർജ്ജസ്വലരായ ചൈതന്യധന്യരായ മിടുക്കന്മാരും മിടുക്കികളുമായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹൃദയരെ, മറ്റ് സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. എനിക്ക് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പ് ഇവിടെ നടന്നത് ആളുകളുടെ ഉള്ളിലിരിക്കുന്നത് പിടിച്ചെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. മനസ്സിൽ വിചാരിക്കുന്നത് പറയുക, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അതുപോലെ നമ്മുടെ മനസ്സ് കവരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തിനെക്കുറിച്ചായിരിക്കും? നമ്മുടെ മനസ്സ് കവരുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ്, അല്ലേ? വായനയെക്കുറിച്ചാണ്. അത് വായന, നിങ്ങളൊക്കെ നല്ല വായനക്കാരായിരിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആണോ? ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? കേട്ടില്ല. പട്ടം സെൻറ്റ് മേരീസ് നല്ല സ്കൂളാണ്. സ്കൂളിനെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒന്നാണ് അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ നല്ല മിടുക്കരായ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല വായനക്കാരായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരല്പം ആത്മകഥ പറയാം, എന്നെക്കുറിച്ച് തന്നെ പറയാം. ഞാനൊരു കുഗ്രാമത്തിൽ ജനിച്ച ആളാണ്. കുഗ്രാമം എന്ന് പറഞ്ഞാലും പോരാ, ഓണം കയറാമൂല എന്ന് പറയണം. ഇപ്പോഴും കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അന്ന് സ്കൂളിൽ പോയി പഠിക്കാനൊക്കെ ഒരുപാട് ദൂരം നടക്കണം. ഇന്ന് നാട്ടിൽ ബസ്സില്ല. ഞാൻ ഹൈസ്കൂളിൽ, നിങ്ങൾ ഹൈസ്കൂൾ ആണോ ഹയർ സെക്കൻഡറി ആണോ? ഹയർ സെക്കൻഡറി. അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8 കിലോമീറ്റർ കാൽനടയായിട്ടാണ് പോയിരുന്നത്. നടന്നു പോകും. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിൽ പോകും. അങ്ങനെ പോകുന്ന സമയത്ത് വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു പുസ്തകത്തിലേക്ക് കടക്കുന്നത് പ്രൈമറി സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിന് കാരണമായത് ഒരു അധ്യാപകനാണ്. അധ്യാപകൻ്റെ പേര് കുട്ടപ്പൻ ആശാരി. അപ്പോൾ കുട്ടപ്പൻ ആശാരി എന്ന് പറയുന്ന അധ്യാപകൻ ഒരു ദിവസം എൻ്റെ കൈവെള്ളയിലേക്ക് ഒരു പുസ്തകം വെച്ച് തന്നു. ഒരുപക്ഷെ ആ പുസ്തകം പിന്നീട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. ആ പുസ്തകത്തിൻ്റെ പേരാണ് കുഞ്ഞിക്കൂനൻ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മലയാളത്തിലെ ഏറ്റവും പ്രമുഖ ബാലസാഹിത്യകാരനായ P. നരേന്ദ്രനാഥ് എഴുതിയ പുസ്തകമാണ് കുഞ്ഞിക്കൂനൻ. കുഞ്ഞിക്കൂനൻ വായിച്ച എനിക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കിഷ്ടപ്പെട്ട ആൽക്കമിസ്റ്റ് വായിച്ചിട്ട് വലിയ കാര്യമൊന്നും തോന്നിയില്ല. ആൽക്കമിസ്റ്റ് വായിച്ച എത്ര പേരുണ്ട് ഇവിടെ? അത് വായിച്ചിട്ടില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ വലിയ ആണെന്ന ധാരണയിലാണ് ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത്. ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ആളിൻ്റെ ലോകത്തെമ്പാടും വിറ്റഴിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ആൽക്കമിസ്റ്റ്. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ സാന്റിയാഗോ എന്ന് പറയുന്ന ബാലൻ്റെ ഒരു സാഹസിക യാത്രയാണ്, ഒരു നീതി തേടിയുള്ള യാത്രയാണ്, അല്ലേ? ആ യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തിട്ട് അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്ന ഒരു ബാലൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്, ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പറയും, നമ്മൾ
കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ സഹായത്തിന് വരുമെന്ന് എല്ലാവരും പറഞ്ഞു നടക്കുന്ന ഒരു വാക്യമൊക്കെ അതിലുള്ളതാണ്. പക്ഷെ ഈ ആൽക്കെമിസ്റ്റിൽ ഇന്ന് കാണുന്നത് അന്ന് ഞാൻ കുഞ്ഞിക്കൂനനിൽ കണ്ടു. ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചുപോയ ഒരു ബാലൻ, അവൻ്റെ മുതുകിൽ വലിയൊരു ഒരു കൂനുമായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ കൂനുമായിട്ട് ജനിച്ചതുകൊണ്ട് അവൻ്റെ അച്ഛൻ അവനെ ഇഷ്ടമായില്ല. അച്ഛൻ അവനെ ഉപേക്ഷിക്കുന്നു. അവനെ ഒരു ആശാൻ എടുത്ത് വളർത്തുന്നു. അന്ന് നിലത്തെഴുത്ത് പഠിപ്പിക്കുന്ന ആശാന്മാരാണുള്ളത്, സ്കൂളൊന്നുമില്ല. അപ്പം പി നരേന്ദ്രനാഥ് പറയുന്നുണ്ട് 1000 കൊല്ലത്തിന് മുമ്പ് നടന്ന കഥയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ എടുത്ത് അയാൾ കൊണ്ടുപോയി വളർത്തുന്നു, അയാൾ അക്ഷരമൊക്കെ പഠിപ്പിക്കുന്നു. പക്ഷേ ശാരീരികമായി ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നല്ല മിടുക്കനായിരുന്നു ഈ ബാലൻ. എന്നിട്ട് ഈ ബാലൻ വളർന്ന് കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ സാഹസിക കൃത്യങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം ഒരു മന്ത്രവാദിയെ, നാട്ടിൽ വന്ന ആളുകളെയൊക്കെ പറ്റിച്ച ഒരു മന്ത്രവാദിയെ പിടിക്കുകയാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടി. കാരണം പുറത്ത് പിന്നെ ഒരു ഭൂതം, ഒരു പിശാച് വരുന്നു എന്നുള്ള ഒരു ധാരണ ഈ മന്ത്രവാദി സൃഷ്ടിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഒരു പരസ്യമായ ഒരു സ്ഥലത്ത് വെച്ച് ഈ മന്ത്രവാദി തന്നെ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചപ്പോൾ ആ സംസാരത്തിൽ നിന്ന് ഈ ഭൂതമായിട്ട് നടക്കുന്നത് മന്ത്രവാദിയാണെന്ന് മനസ്സിലാക്കിയിട്ട് കുഞ്ഞിക്കൂനൻ അയാളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. പിന്നെ വീണ്ടും യാത്ര ചെയ്യുന്നു. ഒടുവിൽ കുറേ കള്ളന്മാരെ പിടിക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മന്ത്രി പദവി പോലും കിട്ടുന്ന ഒരു ബാലനായി ആര് മാറുന്നു? കുഞ്ഞിക്കൂനൻ. പേരൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കൊണ്ടാടുന്ന ഈ ആൽക്കെമിസ്റ്റിനേക്കാളും ഈ ഒരു ബാലമനസ്സുകളെ ആകർഷിക്കുന്ന ഒരു പുസ്തകമായിരുന്നു അത് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം ഈ ആൽക്കെമിസ്റ്റ് വരുന്നത് 1988-ലാണ്. ഞാൻ പറഞ്ഞ പുസ്തകം വരുന്നത് 1965-ലാണ്. അപ്പോൾ 1988 പൗലോ കൊയ്ലോ കണ്ടതിന് മുമ്പ് ഈ ഒരു സാഹസികമായ ലോകത്തെയും ബാലമനസ്സുകളെയും കണ്ട ഒരാളായിരുന്നു ആര്? പി നരേന്ദ്രനാഥ് എന്ന് പറയുന്ന ബാലസാഹിത്യകാരൻ. അപ്പം ഞാൻ എൻ്റെ വായനയ്ക്ക് ഏറ്റവും ആദ്യം കടപ്പെട്ടിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ആ അധ്യാപകനോടാണ്. അധ്യാപകൻ്റെ പേര് കുട്ടപ്പൻ ആശാരി. അപ്പോൾ എനിക്ക് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. പിന്നെ എൻ്റെ മറ്റൊരു അനുഭവം എന്ന് വെച്ചാൽ ഈ നിങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി ഇല്ലേ? ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുന്നവർ കൈപൊക്കിയേ. എല്ലാം സത്യസന്ധമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കും അങ്ങോട്ട്. അപ്പോൾ ഈ ലൈബ്രറിയിൽ എന്ന് പറയുന്നത് സ്കൂളുകളിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു അലങ്കാരമായിരുന്നു. അതിൻ്റെ മുമ്പ് പോയി നിന്ന് ഇങ്ങനെ വിസ്മയപ്പെട്ട് നോക്കി നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതിന് ചാർജുള്ള ടീച്ചർമാർ പുസ്തകം തരില്ല. പുസ്തകം ചോദിച്ച് ചെല്ലുമ്പോൾ അവിടുന്ന് ഓടിക്കോ എന്ന് പറഞ്ഞ് ഓടിക്കുന്നതായിരുന്നു പലരും. അപ്പോൾ സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് പുസ്തകം കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ആ അലമാരയുടെ പുറത്ത് പോയി നിന്ന് അവിടെ ഇരിക്കുന്ന ഷേക്സ്പിയറേയും ദസ്തയേവ്സ്കിയെയും പിന്നെ അങ്ങനെയുള്ള ടോൾസ്റ്റോയിയെയും അല്ലെങ്കിൽ MD വാസുദേവൻ നായരെയൊക്കെ വെറുതെ നോക്കിയിട്ട് തിരിച്ചു പോയൊരു ബാല്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നാട്ടിലെ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് വളർന്ന ഒരാളാണ് ഞാനിത് എന്നെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായ MT വാസുദേവൻ നായരെ പറ്റി. MT വാസുദേവൻ നായരെ പറ്റി നിങ്ങളിപ്പോൾ നല്ലവണ്ണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ ഇത്രയേറെ ആളുകൾ ആദരിക്കുന്ന, അനുസ്മരിക്കുന്ന മറ്റൊരു എഴുത്തുകാരൻ മലയാളത്തിൽ ഉണ്ടാവില്ല. പുസ്തകോത്സവം നടക്കുന്ന സ്ഥലത്ത് കൂടെ പോയാൽ നിങ്ങൾക്കറിയാം MT വാസുദേവൻ നായർക്ക് അവിടെ ഒരു പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് കാണാം. MT വാസുദേവൻ നായർക്ക് 3 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. 4ാമത്തെ ആൺകുട്ടിയായിരുന്നു MT. അപ്പോൾ ഈ 3 ആൺകുട്ടികൾക്ക് ശേഷം ഒരു പെൺകുട്ടി വേണമെന്ന് MTയുടെ അമ്മ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സംശയം, ഞാൻ ആൺകുട്ടി ആയിപ്പോയാലോ? അതുകൊണ്ട് ഈ അമ്മയും അച്ഛനും ഒക്കെ കൂടെ ഈ 4ാമത്തെ കുട്ടി ജനിക്കാതിരിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചു. ഇത് MT എഴുതിയതാണ് കേട്ടോ, MT എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളാൽ പിന്നെ ഈ ഗർഭം അലസിപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് MT ജനിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗർഭം അലസിപ്പോയിരുന്നെങ്കിൽ എന്തായാലും മലയാള സാഹിത്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ജനിച്ച ആളാണ് MT. അങ്ങനെ MT വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ 4 സഹോദരന്മാർ ഒരേപോലെ പഠിക്കാൻ വിടുക, അവരെ എല്ലാവരെയും പഠിക്കാൻ വിടുക എന്ന് പറയുന്നത് അച്ഛന് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചു കാലം MT പഠിക്കാതെ മാറി നിന്നു. പിന്നീട് അദ്ദേഹം സ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം കോളേജ് പഠനത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, കോളേജ് പഠനത്തിന് വേണ്ടി വിക്ടോറിയ കോളേജിൽ ചേർന്നു, പാലക്കാട്. അവിടെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്,
അദ്ദേഹം പൊതുവേ ഒരു അന്തർമുഖനാണ്. അങ്ങനെ അധികം ആളുകളോട് സംസാരിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. അത് സാഹിത്യത്തിലായാലും ശരി, ജീവിതത്തിലായാലും ശരി അങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പുറത്ത് ചെറിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഞാൻ വലിയ ഉത്സവങ്ങളിൽ വ്യാപരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, കോളേജിൻ്റെ പുറത്ത് ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഉള്ളിൽ ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഓരോ മനുഷ്യരും എങ്ങനെയാണ് ഭാവന ചെയ്യുന്നതെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം വലിയ വലിയ നോവലുകൾ, നാലുകെട്ടും കാലവും അസുരവിത്തും മഞ്ഞും രണ്ടാമൂഴവും ഒക്കെ നമുക്ക് തന്നത് ആ വായനയുടെ പിൻബലത്തിലാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിലെ എന്നല്ല, ലോകത്തിലുള്ള ഏത് എഴുത്തുകാരെ നോക്കിയാലും അവരെ വളർത്തിയെടുക്കുന്നതിന് പിന്നിൽ എന്തുണ്ടെന്ന് കാണാം, വായനയുടെ സജീവമായ അംശമുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ വായന പലതരത്തിലുണ്ട്. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നത് മാത്രമല്ല വായന, പ്രകൃതിയെ വായിക്കുന്നത് വായനയാണ്. വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് പ്രസിദ്ധ ബാലസാഹിത്യകാരനായ എസ് ശിവദാസ് എഴുതിയതാണ്. ആ പുസ്തകത്തിനകത്ത് പ്രകൃതിയെ വായിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതിയെ വായിച്ചത് കൊണ്ടാണ് കുമാരനാശാന് വീണപ്പൂ എഴുതാൻ പറ്റിയത്, അല്ലേ? ഹാ പുഷ്പമേ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഒരു രാജ്ഞി കണക്കയേനി, ശ്രീഭൂവില സ്ഥിര അസംശയം ഇന്നു നിന്റെ ആ ഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വീണപ്പൂ. വീണപ്പൂവ് നമുക്ക് ആദ്യം വായിക്കുമ്പോൾ അത് ചെടിയിൽ നിന്നൊരു പൂവ് താഴെ വീണ കാര്യമാണെന്ന് തോന്നും. അതാണോ പറയുന്നത്? അല്ല. പിന്നെന്താണ് പറയുന്നത്? മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ള ഈ പുസ്തകം അല്ലെങ്കിൽ ഈ കവിത എഴുതാൻ ആശാന് സാധിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പ്രകൃതിയെ വായിച്ചു, മനുഷ്യ ജീവിതത്തെ വായിച്ചു. അങ്ങനെ വായനയുടെ വിപുലമായ ഒരു അംശം ഉൾക്കൊണ്ടതുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച്, പെട്ടെന്ന് നശിച്ചു പോകുന്ന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എഴുതുവാൻ സാധിച്ചത്. അപ്പോൾ സുകുമാരൻ അഴീക്കോടിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? മലയാളത്തിലെ വളരെ പ്രമുഖനായ എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്ന സുകുമാരൻ അഴീക്കോട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഇന്നേ വരെ ഒരേ ഒരു കാമുകയെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. എന്താണ്? പുസ്തകങ്ങൾ, വായന, അല്ലെങ്കിൽ പുസ്തകങ്ങൾ മാത്രമാണ് എൻ്റെ കാമുകി അല്ലെങ്കിൽ കാമുകിമാർ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളെ പ്രണയിച്ച ഒരാളായിരുന്നു സുകുമാരൻ അഴീക്കോട്. അദ്ദേഹം അവിവാഹിതനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ പുസ്തകങ്ങളെ പ്രണയിച്ച സുകുമാരൻ അഴീക്കോടും പുസ്തകങ്ങളിലൂടെ ഉത്സവങ്ങളെ കണ്ട, വലിയ വലിയ മഹോത്സവങ്ങളെ കണ്ട എം ടി വാസുദേവൻ നായരുമൊക്കെ ജനിച്ച് ജീവിച്ച് മരിച്ച നാടാണ് ഇത്. അപ്പോൾ ഈ പുസ്തകങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പേരുണ്ട്. അത് മറ്റാരുമല്ല, മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. അദ്ദേഹം ഒരു വലിയ വായനക്കാരനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കുറേ കാലം സൗത്ത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന അറിയാമല്ലോ, സൗത്ത് ആഫ്രിക്കയിൽ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു യാത്ര ചെയ്തു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. 24 മണിക്കൂർ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. ജോഹന്നാസ്ബർഗിൽ നിന്ന് ഡർബനിലേക്കാണ് യാത്ര. അപ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു പുസ്തകം കൊടുക്കുന്നു, വെറുതെ വായിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ട്രെയിനിൽ കയറിയ ഉടനെ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. അപ്പോൾ മഹാത്മാഗാന്ധി എഴുതുകയാണ്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി എവിടെ എത്തി? ഡർബനിലെത്തി. അദ്ദേഹം പറയുകയാണ്, ജോഹന്നാസ്ബർഗിൽ നിന്ന് തീവണ്ടിയിൽ കയറിയ ഞാനല്ല, ഡർബനിൽ വണ്ടി ഇറങ്ങിയ ഞാൻ. ഇത് വേറെ ആരുമല്ല പറയുന്നത്, സത്യത്തിനെ ഏറ്റവും മഹത്തരമായി കണ്ട നമ്മുടെ രാഷ്ട്രപിതാവായ സാക്ഷാൽ മഹാത്മാഗാന്ധി പറയുന്നത്. ട്രൂത്ത് ഈസ് ഗോഡ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. സത്യം ദൈവമാകുന്നു എന്നാണ് പറയുന്നത്. ദൈവം സത്യമാകുന്നു എന്നല്ല, സത്യം ദൈവമാകുന്നു എന്ന് പറഞ്ഞ ആളാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ആളാണ്, അല്ലേ? അപ്പം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ്? പറയൂ, മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താ? ആത്മകഥയിലാണ് ഇത് പറയുന്നത്. ഇതൊക്കെ അറിഞ്ഞൂടാത്ത ചില കാര്യങ്ങളെങ്കിലും ഇവിടുന്ന് മനസ്സിലാക്കി പോകാൻ പറ്റണം നമുക്ക്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഇത് സ്കൂളിലല്ല, കുഴപ്പമില്ല, ഇവിടെ പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് ആർക്ക് പറയാം? പറയൂ. ഇത് ഇന്ററാക്റ്റീവ് സെക്ഷനാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അല്ലേ? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്നാണ്. എക്സ്പീരിയൻസ് എന്നല്ല, എക്സ്പെരിമെന്റ്സ് എന്നാണ്. സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ജീവിതം മുഴുവൻ അദ്ദേഹത്തിന് എന്തായിരുന്നു? സത്യാന്വേഷണത്തിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളായിരുന്നു. ആ ഗാന്ധി പറയുകയാണ്, എൻ്റെ ജീവിതം മാറ്റിമറിച്ചതൊരു പുസ്തകമാണ്. അപ്പോൾ എങ്ങനെയാണ് വായനയുടെ സ്വർഗങ്ങളിലേക്ക് കടക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി പറയുകയാണ്, ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഞാനൊരു ഫിനിക്സിൻ്റെ അവസ്ഥയിലായി. ഫിനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ എത്തി.
ജോൺ റസ്കിൻ എന്ന് പറയുന്ന ആൾ എഴുതിയ അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമായിരുന്നു അത്. അതൊരു കഥാപുസ്തകമൊന്നുമല്ല എങ്കിൽ പോലും ഗാന്ധിയുടെ ജീവിതത്തിനെ മാറ്റിമറിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ലൈബ്രറികൾ ഒന്ന് ഒരു ഇന്ത്യക്കാരൻ്റെതാണ്. ആരുടേതാണെന്നറിയാമോ? സ്വകാര്യ ലൈബ്രറി, വീട്ടിലെ ലൈബ്രറി. ഇതൊക്കെ അറിയണം. ആ ആളിൻ്റെ പേരാണ് ഭീമാറാവ് റാംജി അംബേദ്കർ. കേട്ടിട്ടുണ്ടോ? ബി ആർ അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു അന്നത്തെ ജാതി ചിന്തയുടെ പേരിൽ ഏറ്റവും അധികം അപമാനിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്ത ഒരാളായിരുന്നു ആര്? അംബേദ്കറിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. സ്കൂളിൽ പോകുമ്പോൾ എല്ലാ കുട്ടികളും ബാഗും പുസ്തകങ്ങളുമായി പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചാക്ക് കഷ്ണവും കൊണ്ടാണ് ആര് പോയിരുന്നത്? അംബേദ്കർ. എന്തിനാണ് ചാക്ക് കഷ്ണം? ഇരിക്കാൻ. എവിടെ ഇരിക്കാൻ? അവിടുത്തെ മറ്റു കുട്ടികളോടൊപ്പം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് വേറൊരു മൂലയിൽ പോയി ചാക്ക് തറയിലിട്ടിരിക്കേണ്ടി വന്ന ഒരു ബാല്യകാലമായിരുന്നു ആരുടേത്? അംബേദ്കറുടേത്. അദ്ദേഹത്തിന് അവിടുത്തെ സ്കൂളിലെ പൊതുവായി ഉപയോഗിക്കുന്ന ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. മറ്റു കുട്ടികളോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരുപാട് തരത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് പൂർത്തിയാക്കിയ ബാല്യകാലം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർത്തിയ ഏറ്റവും വലിയ ചിന്ത ഇതിനെയൊക്കെ എതിർക്കാനും എല്ലാവരും തുല്യരായി തീരുന്ന ഒരു കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു കാലം ഉണ്ടാക്കാനും തനിക്ക് സാധിക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് എന്തായിരുന്നു? വായനയായിരുന്നു. വായനയ്ക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം മാറ്റിവെച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ വിദേശത്ത് പഠിക്കാൻ പോയി. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം പ്രവേശിക്കുന്ന ആൾ അംബേദ്കറാണ്. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് പോകുന്നതും അംബേദ്കറാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ലൈബ്രറി തുറന്നാൽ ഉടൻ ആ വാതിൽക്കൽ അംബേദ്കർ നിൽക്കും. അദ്ദേഹം പുറത്ത് പോകുന്നത് എപ്പോഴാണ്? ലൈബ്രറി അടയ്ക്കുമ്പോഴാണ്. അങ്ങനെ ഇരുന്ന് പുസ്തകങ്ങൾ വായിച്ച ഒരാളാണ് ആര്? അംബേദ്കർ. അപ്പോൾ ഈ അംബേദ്കർ അത് മാത്രമല്ല ചെയ്തത്. അദ്ദേഹം അതിനുശേഷം സ്വന്തമായിട്ട് പുസ്തകങ്ങൾ വാങ്ങി. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ലൈബ്രറിയിൽ 50,000-ൽ കൂടുതൽ പുസ്തകങ്ങളുണ്ടെന്നാണ് പറയുന്നത്, സ്വന്തം ലൈബ്രറിയിൽ. അങ്ങനെ വലിയ ലൈബ്രറി ഉണ്ടാക്കുകയും ഒരുപാട് ബിരുദങ്ങൾ നേടുകയൊക്കെ ചെയ്ത ഈ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഊർജം വായനയായിരുന്നു. അപ്പോൾ വായനയിലൂടെ നേടിയ ഒരു സംസ്കാരം, അറിവ്, വിജ്ഞാനം, അതൊക്കെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ വലിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ ജീവിതം. ഒരാളെക്കുറിച്ച് കൂടി പറയാം. ആ ആളിനെ നിങ്ങൾക്കറിയാം. അദ്ദേഹം വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ ഒരു വിറക് വെട്ടിയുടെ മകനായിട്ട് ജനിച്ച ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ദരിദ്രമായ സാഹചര്യത്തിലാണ് ജീവിച്ചത്. ഇദ്ദേഹം പിന്നീട് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മാറി. ആരാണത്? അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡൻ്റായിരുന്ന സാക്ഷാൽ എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിൻ്റെ 6 അടി നല്ല ഉയരം ഉണ്ടായിരുന്നു. അദ്ദേഹം ജനിച്ച സ്ഥലത്തിൻ്റെ പേരാണ് ഞാൻ പറയാം. നിങ്ങൾ KFC എന്ന് കേട്ടിട്ടുണ്ടല്ലോ? KFC അതെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്തായാലും KFCയുടെ ഫുൾ ഫോം എന്താണ് യഥാർത്ഥ KFC? കേരള ഫ്രൈഡ് ചിക്കൻ ഒന്നും അല്ല കേട്ടോ. ഒരുപാടുണ്ട്. ഇപ്പോൾ CFC, KFC, NFC എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നിടത്തൊക്കെ ഉണ്ട് സ്ഥലത്തിൻ്റെ പേര് വെച്ച് ചിക്കൻ ഫ്രൈ. അതല്ല, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്നാണ് യഥാർത്ഥത്തിലുള്ള KFCയുടെ പൂർണ്ണരൂപം. ഈ കെൻഡക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എന്ന ജില്ലയിലാണ്, അവിടുത്തെ ഒരു ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? എബ്രഹാം ലിങ്കൺ. അപ്പോൾ എബ്രഹാം ലിങ്കൻ്റെ പേര് ഓർക്കണമെങ്കിൽ ഇനി ഓർത്താൽ മതി? KFC ഓർത്താൽ മതി. കാരണം KFC നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഈ എബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിൻ്റെ ദരിദ്രമായ സാഹചര്യത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പുസ്തകം കടം വാങ്ങി വായിക്കുകയാണ് ചെയ്തത്. കടം വാങ്ങി വായിച്ച് വളർന്നു, അല്ലേ? വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ആരാ പറഞ്ഞത്? വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞത് ആരാ? PN മണിക്കർ. ആരാണ്? PN മണിക്കർ. PN മണിക്കർ ആരാ? ഇപ്പം വായനയെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ PN മണിക്കരെ പറയാതിരിക്കാൻ പറ്റുമോ? ആരാണ് PN മണിക്കർ? കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം വായനയുടെ പ്രചാരകനായിരുന്നു, അല്ലേ? വായനയുടെ പ്രചാരകനായി കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ലൈബ്രറികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത മഹാനുഭാവനായ മനുഷ്യനാണ് ആര്? PN മണിക്കർ. പൊതുവായിൽ നാരായണ പണിക്കർ എന്ന് പറയുന്ന PN മണിക്കർ. അദ്ദേഹം സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതമൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം
ഇവിടെ ഈ നാട്ടിലുടനീളം സഞ്ചരിച്ച് ലൈബ്രറികൾ സ്ഥാപിക്കുകയും ആളുകൾക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചമെത്തിക്കുകയും ചെയ്ത ആളാണ്. അതുപോലെ തിരുവനന്തപുരത്ത് ഒരാളുണ്ടായിരുന്നു. ഇവിടെ ശ്രീചിത്ര തിരുനാൾ ലൈബ്രറി എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. വഞ്ചിയൂരുള്ള ആരെങ്കിലും ഉണ്ടോ? വഞ്ചിയൂർ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി സ്ഥാപിച്ചത് അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ വായനശാല കേശവപിള്ള എന്നാണ്. വായനശാല കേശവപിള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നാട്ടിലുടനീളം വായനയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഒരുപാട് പേരെ വായിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ നാട്ടിലൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് വീട്ടിൽ സ്ത്രീകളൊക്കെ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്തുകൊണ്ട് വരികയും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എടുപ്പിച്ച് വായിക്കുകയൊക്കെ ചെയ്തൊരു കാലം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് പക്ഷേ വായനയ്ക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും വായനയെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. സാധിക്കുമോ? ഇല്ല. കാരണം വായന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വളർച്ചയുടെ ഉപ്പാണ്. മനുഷ്യനെ വളർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് ദിവസം ഒരു എം ഡിയെക്കുറിച്ച് പറയുന്നത് എം ഡിയൊക്കെ ദിവസം 300 പേജ് കുറഞ്ഞത് വായിച്ചിരിക്കുമെന്നാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു 10 പേജെങ്കിലും വായിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് എന്ത് പറഞ്ഞത്? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷേ വായിച്ച് വളർന്നാൽ വിളയും, ഇല്ലെങ്കിലോ വളയും. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വളയാതെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ വായന അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പുരോഗതി നോക്കിയാൽ നമുക്കറിയാം. കേരളത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് ഏറ്റവും വലിയ സംഭാവനയാണ് ഈ അക്ഷരബോധവും വിദ്യാഭ്യാസവും വായനയൊക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് കേട്ട് കാണാം. മലയാളത്തിലെ നമുക്ക് എടുത്തു പറയാവുന്ന ആദ്യത്തെ നോവലാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ എഴുതിയതാരാണ്? ഒ ചന്തുമേനോൻ. അപ്പോൾ ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന കഥാപാത്രം, ഈ കഥാപാത്രത്തിനെ സംബന്ധം ചെയ്യാനായിട്ടൊരു നമ്പൂതിരി വരുന്നു. ആ നമ്പൂതിരിയുടെ പേരെന്താണ്? സൂര്യ നമ്പൂതിരി. അപ്പോൾ സൂര്യ നമ്പൂതിരിപ്പാട് വയസ്സനായ അയാൾ വന്ന് വിദ്യാസമ്പന്നയായ സുന്ദരിയായ ഇന്ദുലേഖയെ സംബന്ധം ചെയ്തു കൊണ്ടുവരാൻ വരുമ്പോൾ ഇന്ദുലേഖ എതിർക്കുകയാണ്. ഈ സംബന്ധത്തിന് തനിക്ക് താല്പര്യമില്ല. ഒരുപക്ഷെ കേരളീയ അന്തരീക്ഷത്തിൽ അന്നൊക്കെ സാധ്യമല്ലാതിരുന്നൊരു കാര്യം നോവലിലൂടെ പറയുകയാണ്. ഒരു സ്ത്രീ വലിയ അധികാരവും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമുദായ അംഗത്തിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു അനുഭവം ഒരു നോവലിലൂടെ വരികയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വേറൊരു എഴുത്തുകാരനുണ്ട്, VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പുസ്തകം, നാടകമുണ്ട്. ഈ നാടകം എന്താണ് പറഞ്ഞത്? അന്തർജനങ്ങളുടെ ദുസ്ഥിതി. അന്തർജനങ്ങൾ ഇതേപോലത്തെ അവസ്ഥയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ വിധവകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിനെയൊക്കെ വിമർശിച്ചു കൊണ്ടെഴുതിയ നാടകമാണ് ഏത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആരാ എഴുതിയത്? VT ഭട്ടതിരിപ്പാട്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിയ പുസ്തകങ്ങൾ. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളായി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം. 1940കളിൽ ഇവിടെ ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അവരുടെ പേര് K. സരസ്വതിയമ്മ എന്നായിരുന്നു. K. സരസ്വതിയമ്മ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ പുരുഷന്മാരില്ലാത്ത ലോകം. ആലോചിച്ചു. പുരുഷന്മാരില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് 40കളിൽ ഒരു എഴുത്തുകാരി സങ്കല്പിക്കുകയാണ്. അങ്ങനെ ഈ ഇത്തരത്തിലുള്ള എഴുത്തുകളൊക്കെ വായനക്കാരെ വല്ലാതെ സ്വാധീനിക്കുകയും അവരുടെ ചിന്ത, അവരുടെ ഭാവന, അവരുടെ ആശയ ലോകം അതിനെയൊക്കെ വിസ്തൃതമാക്കുകയും ചെയ്യും. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ വായിക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഞാൻ ആവേശത്തോടെ വായിച്ചൊരു പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറിയിൽ പതിവായി പോകും. അങ്ങനെ പോകുമ്പോഴൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇങ്ങനെ അലമാരയിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. ആ പുസ്തകം എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവകാശികൾ വാള്യം 1, അവകാശികൾ വാള്യം 2, അവകാശികൾ വാള്യം 3, അവകാശികൾ വാള്യം 4. വാള്യം എന്ന് വെച്ചാൽ ഭാഗം. എത്ര ഭാഗം? 4 ഭാഗം. 4 ഭാഗങ്ങളായിരിക്കുന്ന ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ എന്നെനിക്കൊന്നൊരു വാശി തോന്നി. 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 7ാം ക്ലാസ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ആശയലോകമൊന്നും കാര്യമായിട്ട് മനസ്സിലാകുന്ന പ്രായമല്ല. എങ്കിൽ പോലും ആ വാശിയുടെ പേരിൽ ഞാൻ ആ പുസ്തകം എടുത്ത് വായിച്ചു. ആരാണ് അവകാശികൾ എഴുതിയത്? അവകാശികൾ എഴുതിയത് വിലാസിനി. വിലാസിനി ആണോ പെണ്ണോ? വിലാസിനി ഒരു എഴുത്തുകാരൻ്റെ തൂലികാനാമമാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് MK മേനോൻ അല്ലേ? അപ്പോൾ ഈ വിലാസിനിയുടെ അവകാശികൾ എന്ന് പറയുന്ന പുസ്തകം വാശിക്ക് വേണ്ടി എടുത്ത് കൊണ്ടുവന്ന് വായിച്ചത് ഒരു അഭിമാനത്തോടെയാണ് ഞാനിന്നും ഓർക്കുന്നത്. ആ അവകാശികൾ എന്ന് പറയുന്ന അത്ര മഹത്തായ ഒരു പുസ്തകമൊന്നും അല്ലെങ്കിൽ പോലും ആ ഒരു കുടുംബ കഥ പറയുന്ന ആ പുസ്തകത്തെ വാശിക്ക് വേണ്ടി വായിച്ചു. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നോവലാണ്. അതിനേക്കാളും വലിയൊരു നോവൽ പിന്നെ വന്നിട്ടില്ല.
അപ്പോൾ അങ്ങനെ ഒരു കാലം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഈ വായന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രായത്തിൽ ഓരോ തരം വായനയായിരിക്കും. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എന്തായിരിക്കും വായിക്കുന്നത്? ചെറിയ മൃഗങ്ങളുടെയൊക്കെ കഥകളും അങ്ങനെയൊക്കെയുള്ള. പഞ്ചതന്ത്രം കഥ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? പഞ്ചതന്ത്രം ബാക്കിൽ വളരെ സന്തോഷം. അപ്പോൾ പഞ്ചതന്ത്രം എഴുതിയതാരാണ്? വിഷ്ണു ശർമ്മ. അപ്പോൾ വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം എന്ന് പറയുന്ന പുസ്തകം, ഈ പുസ്തകം വരാൻ തന്നെ ഒരു കഥയുണ്ട്. എന്താണത്? അത് മഹിളാരോപ്യം എന്ന് പറയുന്ന രാജ്യത്തെ രാജാവിൻ്റെ 3 മക്കൾ, ഈ 3 മക്കളും താന്തോന്നികളും അലസന്മാരും നെറികെട്ടവരും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ മക്കളെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരാൻ എന്താണ് വഴിയെന്ന് അവരുടെ അച്ഛൻ ആലോചിക്കുകയാണ്. ആലോചിച്ചിട്ട് ഒരു വഴിയും കണ്ടില്ല. അവസാനം അയാളുടെ കൊട്ടാരത്തിൽ ഒരു മന്ത്രി പറഞ്ഞു, ഒരു വിഷ്ണു ശർമ്മ എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ട്, അദ്ദേഹം വിചാരിച്ചാൽ ഒരുപക്ഷെ പറ്റുമായിരിക്കുന്നത്. വിഷ്ണു ശർമ്മയെ വിളിച്ചു വരുത്തുകയാണ്. വിഷ്ണു ശർമ്മ കൊട്ടാരത്തിൽ വന്നപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ ഈ 3 മക്കളെ നേർവഴിക്ക് നയിച്ചാൽ നിങ്ങൾക്ക് കുറേ ഭൂമി കരമൊഴിവാക്കി എഴുതിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു ശർമ്മ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭൂമിയും പണവും ഒന്നും എനിക്ക് വേണ്ട, അതിനുവേണ്ടി പഠിച്ച വിദ്യ വിൽക്കുന്ന ആളല്ല ഞാൻ, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ബാലകന്മാരെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് ഏത് കഥയായിട്ട് വരുന്നത്? പഞ്ചതന്ത്രം കഥ. 5 തന്ത്രങ്ങളാണ്. അപ്പോൾ ഈ പഞ്ചതന്ത്രം കഥകൾ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ കഥയിലും ഒരു ഗുണപാഠമുണ്ട്. എന്താണ്? എവിടെയെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടരുത്. അത് പറയാൻ വേണ്ടി പറയുന്ന കഥ ഏതായിരിക്കും? ഒരു സ്ഥലത്ത് തടി മുറിച്ചിട്ട് ആ തടി മുറിപ്പുകാരൊരു ആപ്പടിച്ച് വെച്ചിട്ട് പോയിരിക്കുകയാണ് തടി കഷ്ണത്തിൽ. അപ്പോൾ അതുവഴി വന്ന ഒരു കുരങ്ങൻ എന്ത് ചെയ്തു? അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ കുരങ്ങൻ്റെ വാല് ഈ തടി കഷ്ണത്തിൻ്റെ ആ മുറി ഭാഗത്തേക്ക് ഇറങ്ങിയിരുന്നത് അറിയുന്നില്ല, ആപ്പ് വലിച്ചൂരി. എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കഥകൾ. അല്ലെങ്കിൽ ഒരിടത്ത് ഒരു മന്ദവിസർപ്പിണി, പേരൊക്കെ ഭയങ്കര രസമാണ്. മന്ദവിസർപ്പിണി എന്ന് പേരുള്ള ഒരു പേനുണ്ടായിരുന്നു ഒരു പ്രഭുവിൻ്റെ കട്ടിലിൽ. അപ്പോൾ പ്രഭു കിടക്കാൻ വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് പതുക്കെ മന്ദവിസർപ്പിണി അയാളെ തലയിലിരുന്ന് രക്തം കുടിച്ചിട്ട് സ്വസ്ഥമായിട്ട് വീണ്ടും പോകും. അതാണ് ഈ പേനിൻ്റെ ദിവസമുള്ള പ്രവൃത്തി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മൂട്ട അവിടേക്ക് വന്നു. ആ മൂട്ടയുടെ പേര് അഗ്നിമുഖൻ. നല്ല പേരൊക്കെയാണ്, മന്ദവിസർപ്പിണിയും അഗ്നിമുഖനും. അഗ്നിമുഖൻ ഒരു ദിവസം അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനും കൂടെ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ, എനിക്കും കൂടെ അല്പം ഈ പ്രഭുവിൻ്റെ ചോര കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം മന്ദവിസർപ്പിണി പറഞ്ഞു, അയ്യോ ഒരു കാരണവശാലും അത് പറ്റില്ല. ഒന്നാമത് അദ്ദേഹം ഉറങ്ങാത്ത സമയത്തൊക്കെയാണ് ഈ ചോര കുടിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമാവും, നമ്മളെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ ഉറങ്ങുന്ന സമയത്തെ ചോര കുടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ അഗ്നിമുഖൻ ഈ കട്ടിലിൽ ഈ പേനിനോടൊപ്പം ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് പ്രഭു വന്ന് കിടക്കുന്നത്. പ്രഭു വന്ന് ഉറങ്ങിയില്ല, അതിനു മുമ്പേ വെപ്രാളമായി. ആർക്ക്? അഗ്നിമുഖൻ പോയി പ്രഭുവിൻ്റെ ചോര കുടിക്കുന്നു. പ്രഭു ചാടി എഴുന്നേറ്റു, സേവകന്മാരെ വിളിച്ചു, കട്ടിൽ മുഴുവൻ പരിശോധിച്ചു. ആരെ കണ്ടെത്തി? പേനിനെ കണ്ടെത്തി. മൂട്ട കട്ടിലിൻ്റെ ഒരു ഓട്ടയ്ക്കുള്ളിൽ ഒളിച്ചു. പേനിനെ അപ്പോൾ തന്നെ കൊല്ലുകയും ചെയ്തു. നോക്കൂ, ഒരാൾക്ക് ആവശ്യമില്ലാത്ത ഒരാൾക്ക് അഭയം കൊടുത്തതിൻ്റെ അല്ലെങ്കിൽ അയാളെ കൂടെ കൂട്ടിയതിൻ്റെ ഫലം ആർക്ക് അനുഭവിക്കേണ്ടി വന്നു? ഈ പേനിന് അനുഭവിക്കേണ്ടി വന്നു. ഇതൊന്നും പേനും മൂട്ടയൊന്നുമല്ല, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? മനുഷ്യർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പം മനുഷ്യരുടെ ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കണം? ഒരു കൂട്ടുകാരനെ, എങ്ങനെയുള്ള കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം? മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പുസ്തകം വായിക്കുന്നവർക്ക് സ്വാഭാവികമായും അങ്ങനെ ഒരുപാട് ലോക കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനം കിട്ടും. 1001 രാവുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 1001 രാവുകൾ പ്രസിദ്ധമായ അറബിക്കഥകളാണ്. അവിടെ ഷഹരിയാർ രാജാവിൻ്റെ ഭാര്യയായ ഷഹറസാദ്. അപ്പോൾ ഈ രാജാവിൻ്റെ പണി എന്താണ്? ഓരോ ദിവസവും ഓരോ കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ച് ആദ്യ രാത്രി കഴിയുമ്പോഴേക്കും ആ വധുവിനെ കൊന്നുകളയുക. അങ്ങനെ ഒരുപാട് വധുക്കളെ കൊന്നിട്ട് അവസാനം കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടിയാണ് ഷഹറസാദ് എന്താണ് ചെയ്തത്? ആദ്യ രാത്രിയിൽ തന്നെ രാജാവിനോടൊരു കഥ പറഞ്ഞു തുടങ്ങുക. ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് കഥ പറയുക. ഈ കഥ കേട്ടപ്പോൾ രാജാവിന് ഇഷ്ടമായി. കഥ അവസാനിക്കുന്നില്ല. പൊതുവേ പഴയ കഥകളുടെ സ്വഭാവമാണ് ഒരു കഥയിൽ നിന്ന് അടുത്ത കഥയിലേക്ക്. വാസ്തവത്തിൽ നമ്മൾ ഇൻ്റർനെറ്റ് പോലെയാണ് പണ്ട് കഥ പറയുന്നത്. എങ്ങനെയാണ്? നമ്മൾ ഗൂഗിളിൽ കയറി ഒരെണ്ണം സെർച്ച് ചെയ്തിട്ട് അടുത്ത ലിങ്കിൽ കൂടെ എന്ത് ചെയ്യും? അടുത്തേലേക്ക് പോകും, അല്ലേ? അതുപോലെയാണ് പണ്ട് കഥ പറഞ്ഞത്.
പഞ്ചതന്ത്രം കഥയും 1001 രാവുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് കേട്ടിട്ട് പിന്നെന്തായി എന്നായി ചോദ്യം. അപ്പോൾ അടുത്ത ദിവസത്തെ കഥയായി. അപ്പോൾ അടുത്ത ദിവസം കഥ തീരുന്നില്ല. രാത്രി കിടക്കാൻ നേരത്തെ വീണ്ടും ചോദിക്കും. ചിലപ്പോൾ പുലർന്നതുവരെ കഥ പറയും. അതുകൊണ്ട് രാജാവിന് കൊല്ലാനുള്ള സമയം കിട്ടിയില്ല. രാത്രി മുഴുവൻ കഥ പറച്ചിലാണ്. അങ്ങനെ കഥ പറഞ്ഞ് രാജാവിൻ്റെ ഈ ക്രൂരത അവസാനിപ്പിച്ച പെൺകുട്ടിയായിരുന്നു ഷെഹ്റസാദ് എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ ഇതൊക്കെ ഈ പുസ്തകങ്ങൾ നമുക്ക് തരുന്ന വല്ലാത്ത വിസ്തൃതമായ ഒരു ലോകമാണ്. ഈ ലോകം എന്ന് പറയുന്നത് മറ്റൊരിടത്തും നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇപ്പം പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റീഡിങ്ങിൻ്റെ കാലമാണ്, ഈ വായനയാണ് ഇപ്പോൾ, അല്ലേ? നിങ്ങളൊക്കെ ഒരുപക്ഷെ വായിക്കുന്നത് അങ്ങനെ ആയിരിക്കും. അങ്ങനെ വായിക്കാറുണ്ടോ? ബ്ലോഗിൽ എഴുതുകയും ഫേസ്ബുക്കിൽ എഴുതുകയും അതുപോലെ തന്നെ പിന്നെ മറ്റേ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഈ റീഡിങ്ങിൻ്റെ. അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഈ റീഡിങ്ങിൻ്റെ ഒരു കാലത്ത് നമ്മൾ അച്ചടിയെ അല്ലെങ്കിൽ അച്ചടി പുസ്തകങ്ങൾക്ക് പഴയൊരു പ്രാധാന്യം വരുന്നില്ല, പിന്നെ പൊതുവേ പുതിയ തലമുറ വായിക്കുന്നില്ല എന്നൊക്കെ ഒരു പരാതിയുണ്ട്. ശരിയാണോ? അത് ഒരു പരിധിവരെ ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ MA-കാരോട് പോലും ചോദിച്ചാൽ ചിലപ്പോൾ പല പുസ്തകങ്ങളും അവർ കണ്ടിട്ടില്ല. MA മലയാളത്തിന് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പോലും അവർ ശ്രദ്ധേയമായ പല പുസ്തകങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ മാറ്റണം. കാരണം ഈ അച്ചടിച്ച പുസ്തകം നമുക്ക് തരുന്ന പ്രത്യേകമായ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു സാഹചര്യം എന്നറിയാമോ? ഈ പാഠപുസ്തകം ഉണ്ടല്ലോ, പണ്ടത്തെ പാഠപുസ്തകം എടുത്ത് തുറക്കുമ്പോഴുള്ളൊരു മണമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പാഠപുസ്തകത്തിൻ്റെ എല്ലാ പുസ്തകത്തിനും ഉണ്ട്. പഴയ പുസ്തകങ്ങൾ എടുത്ത് വെച്ച് ഇങ്ങനെ തുറക്കുമ്പോൾ ഈ അച്ചടി മഷിയുടെയും ഈ കടലാസിൻ്റെയൊക്കെ കൂടെ സമ്മിശ്രമായ ഒരു ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ കടന്നു വരും. അതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ സുഖം നമുക്കൊരിക്കലും കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നാൽ കിട്ടുകയില്ല. അതുപോലെ തന്നെ ഏകാന്തതയിലിരുന്ന് വായിക്കുമ്പോൾ എഴുത്തുപോലെ തന്നെ ഒരു പ്രക്രിയയാണ്. അപ്പോൾ എഴുതുന്ന ആളിന് മാത്രമല്ല, വായിക്കുന്ന ആളിനും ഭാവനയുണ്ട്, പ്രതിഭയുണ്ട്. അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ നല്ല വായനക്കാരനാവാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ എഴുത്തുകാരൻ വാസ്തവത്തിൽ എഴുതുന്നതോടുകൂടി അയാളുടെ കയ്യിൽ നിന്ന് ആ സൃഷ്ടി പോവുകയാണ്. പിന്നെ അത് ആരുടെ വകയാണ്? പിന്നെ വായനക്കാരൻ്റെ വകയാണ്. വായനക്കാരനാണ് അതിന് വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുന്നത്. വായനക്കാരനതിന് വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഈ എഴുത്തിന് അനുഭവിക്കുന്നതിന് തുല്യമായ ഒരു മാനസികാവസ്ഥ ആർക്ക് കിട്ടുന്നോ അയാളെയാണ് ഏറ്റവും വലിയ സഹൃദയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദുരന്തം എഴുതുന്ന സമയത്ത്, ഒരു ദുരന്ത ദൃശ്യം എഴുതുന്ന സമയത്ത് നമ്മളത് വായിക്കുമ്പോൾ നമ്മിൽ ശോകം ഉണ്ടാവണം. ഉദാഹരണത്തിന് ഷേക്സ്പിയറുടെ പ്രസിദ്ധമായ ഒഥല്ലോ എന്ന് പറയുന്ന നാടകത്തിൽ എന്ത് ചെയ്യുന്നു? പരദൂഷണം കേട്ടിട്ട്, ഇയാഗോവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അതിലെ നായകനായ ഒഥല്ലോ ആരെ കൊല്ലുന്നു? ഒഥല്ലോയിലെ നായികയുടെ പേരെന്താണ്? ഡെസ്ഡിമോണ. അപ്പോൾ ഡെസ്ഡിമോണ എന്ന് പറയുന്ന നായികയെ കൊന്നുകളയുന്നു. ആ സമയത്ത് നമ്മിൽ പൊട്ടിച്ചിരിയാണോ ഉണരുന്നത്? അല്ല. അപ്പം നമ്മിൽ ഒരു കൃതി വായിക്കുമ്പോൾ ഈ ഗ്രന്ഥകർത്താവ് എത്രത്തോളം ഒരു ഭാവത്തെ ആവിഷ്കരിക്കാൻ സാധിച്ചുവോ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് നല്ലൊരു വായനക്കാരൻ എന്നൊരാളെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള വായനക്കാരാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏത് പുസ്തകവും നമ്മൾ ആഴത്തിൽ അതിലേക്ക് കടന്നു ചെല്ലുകയും നമ്മുടെ ഭാവനയുടെ മണ്ഡലങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വായന അർത്ഥപൂർണ്ണമാകുന്നത്. അപ്പം അങ്ങനെയുള്ള വായനയിലേക്ക് ചെന്നെത്താൻ നല്ല നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അപ്പം കുട്ടിക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചതന്ത്രം കഥയുടെയും 1001 രാവുകളുടെയും ഒക്കെ ഒരു കാലമായിരിക്കും. ചെറിയ ചെറിയ മാസികകളുണ്ടാവും. ഇന്ന് കുട്ടി മാസികകളൊക്കെ കുറവാണ്. അപ്പം പണ്ട് കാലത്ത് അമ്പിളി അമ്മാവൻ എന്ന് പറഞ്ഞൊരു മാസിക അറിയാമായിരിക്കും. അമ്പിളി അമ്മാവൻ എന്നൊരു മാസിക ഉണ്ടായിരുന്നു, ബാലമാസിക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ഉടനീളം വിറ്റഴിക്കപ്പെട്ടിരുന്നതാണ്. ചന്ദാമാമ എന്ന പേരിൽ ഹിന്ദിയിലൊക്കെ ഉണ്ടായിരുന്നു. മനോഹരമായ ചിത്രങ്ങളൊക്കെയുള്ള മാസിക. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ ടെലിഫോൺ പോലും എല്ലാ വീടുകളിലും ഒന്നും ഇല്ല. അപ്പോൾ മൊബൈൽ ഫോണും ഒന്നും ഇല്ലാത്തൊരു കാലത്തെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കാലത്തെ വായനയെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള, അതും എന്നെപ്പോലെ അന്നത്തെ നിർധനനായ ഒരു വിദ്യാർത്ഥിക്ക് അമ്പിളി അമ്മാവനൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കുറച്ച് ദൂരെയുള്ള എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുമ്പം ആ ബന്ധുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ഞാൻ വേറൊരു കുട്ടിയുടെ വീട്ടിലാണ് പോകുന്നത്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും സർക്കാർ ജോലിയുള്ളതുകൊണ്ട് അവിടെ ഈ കുട്ടി മാസികകളൊക്കെ വായിക്കും. ഒരുപക്ഷെ ആ കുട്ടി വായിച്ചതിനേക്കാളും കൂടുതൽ അവിടെ പോയി വായിച്ചിട്ടുള്ള ആൾ ഞാനാണ്. അതിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അമ്പിളി അമ്മാവൻ എന്ന് പറയുന്ന മാസികയാണ്. ഒരു കാലത്ത് വളരെ മനോഹരമായ ചിത്രത്തോടു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വിക്രമാർക്കൻ പതിവ് പോലെ മരത്തിൽ കയറി ശവമിറക്കി തോളിലിട്ടുകൊണ്ട് ശ്മശാനം ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ ശവത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വേതാളം ഇപ്രകാരം പറഞ്ഞു തുടങ്ങി:
അപ്പോൾ വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും കഥ, ഓരോ ലക്കത്തിലും ഓരോ കഥ പറയും. ആര്? വേതാളം. ആർക്ക് പറഞ്ഞു കൊടുക്കും? വിക്രമാദിത്യൻ. എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും അവസാനം. അപ്പോൾ ആദ്യമേ പറയും, ഈ കഥയുടെ അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കും, ഇതിന് കൃത്യമായി ഉത്തരം തന്നില്ലെങ്കിൽ രാജാവിൻ്റെ ശിരസ് പൊട്ടിത്തെറിച്ചു പോകുന്നു. അപ്പോൾ ഈ അവസാനം ഈ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി രാജാവ് ഉത്തരം കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? വേതാളം വീണ്ടും മരത്തിൽ പോയി തൂങ്ങിക്കിടും. അങ്ങനെ ഓരോ ദിവസവും പോയി വേതാളത്തിനെ എടുത്തുകൊണ്ട് വരണം രാജാവ്. അപ്പോൾ ശരിയായ ഉത്തരം പറയുമ്പോൾ വേതാളം തിരിച്ചു പോകും, വീണ്ടും വേതാളത്തെ കൊണ്ടുവരും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ദിവസവും വേതാളത്തെ കൊണ്ടുവരികയും തിരിച്ചുവിടുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിലൊന്നും ഉത്തരവില്ല, കഥയിൽ ചോദ്യമില്ല. പക്ഷേ കുട്ടികളെ വളരെ രസിപ്പിക്കുന്ന പുതിയ പുതിയ മേഖലകളിലേക്ക്, ഭാവനകളിലേക്ക് നയിക്കുന്ന കാഴ്ചകളായിരുന്നു അന്ന് ഇത്തരം മാസികകളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ പൂമ്പാറ്റ എന്ന് പറഞ്ഞ മാസിക കുറച്ചു കാലം കഴിഞ്ഞുണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ട് വീണ്ടും നിന്നു. നല്ല മനോഹരമായ ചിത്രങ്ങളൊക്കെ ഉള്ള മാസികകളാണ്. ബാലരമ ഇപ്പോഴും ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ബാലമാസികകളുടെ ഒരു കാലം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്ന എന്തായിരിക്കും? ഡിക്റ്റേറ്റീവ് നോവലുകളായിരിക്കും അല്ലേ? ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കോട്ടയം പുഷ്പനാഥിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. കോട്ടയം പുഷ്പനാഥ്, ഇവിടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട് ഇതിനകത്ത്, കോട്ടയം പുഷ്പനാഥ് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഈ കോട്ടയം പുഷ്പനാഥിൻ്റെ ഡിക്റ്റേറ്റീവ് നോവലുകൾ, 2 CID-മാരാണ് അദ്ദേഹത്തിന് പ്രധാനമായുള്ളത്. ഒന്ന് പുഷ്പരാജും ഒന്ന് മാർക്സിന്. അപ്പോൾ ഇന്ത്യക്കകത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഡിക്റ്റേറ്റീവാണ് പുഷ്പരാജ്, മറ്റത് മാർക്സിൻ. അപ്പോൾ ഈ 2 ഡിക്റ്റേറ്റീവുകളെ വച്ചുകൊണ്ട് പലതരം കേസ് അന്വേഷണങ്ങൾ നടത്തുന്ന നോവലുകളാണെന്ന് കോട്ടയം പുഷ്പനാഥ് എഴുതിയത്. അതുപോലെ തന്നെ ബംഗാളി എഴുത്തുകാരനായ ഒരു ദുർഗാപ്രസാദ് ഖത്രി ഉണ്ടായിരുന്നു. ഈ ഖത്രിയുടെ ധാരാളം നോവലുകൾ അന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി. ഇതൊക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ അന്ന് വീട്ടിൽ എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എൻ്റെ വലിയമ്മയുടെ മകൾ. അവൾ വലിയ വായനക്കാരിയായിരുന്നു. അവൾ എന്നോട് പറയുന്നത് മുട്ടത്തോർക്കിയുടെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കാൻ. അപ്പോൾ ലൈബ്രറിയിൽ പോയി മുട്ടത്തോർക്കി കാറ്റലോഗ് ഇങ്ങനെ തിരയും. അന്ന് എഴുതി വെച്ച കാറ്റലോഗാണ് പുസ്തകങ്ങളുടെ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പേര് മുട്ടത്തോർക്കിയുടെ പേരാണ്. അപ്പോൾ ഒരു കാലത്ത് മലയാളത്തിലെ വായനക്കാരെ ശക്തമായി സ്വാധീനിച്ച എഴുത്തുകാരനാണ് ആര്? മുട്ടത്തോർക്കി. പിന്നെ അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടു, പൈങ്കിളി എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും മലയാളിയുടെ വായനയെ സ്വാധീനിക്കുന്നതിൽ ഗണ്യമായ ഒരു പങ്ക് മുട്ടത്തോർക്കിയെ പോലെയുള്ള എഴുത്തുകാർക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നോവലുകൾ വായിക്കും. പിന്നീടാണ് കുറച്ചുകൂടെ നിലവാരപ്പെട്ട കൃതികളിലേക്ക് MT വാസുദേവൻ നായരിലേക്കും തകഴിയിലേക്കും വൈക്കം മുഹമ്മദ് ബഷീറിലേക്കും ഒക്കെ എത്തുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ വേറൊരു മുഖം നമ്മൾ കാണുന്നത്. മനുഷ്യ ജീവിത യാഥാർത്ഥ്യങ്ങൾ. തകഴി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് തോട്ടിയുടെ മകൻ എന്നാണ്. തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കാലത്ത് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന തോട്ടികൾ ആരാ? അന്യൻ്റെ വിസർജ്യം ചുമക്കുന്നവരാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോടിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ അഴുക്ക് ചാലിൽ വീണ് മരിച്ചത് ദൃശ്യങ്ങളായി കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് നമ്മളല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപക്ഷെ വീട്ടിലിരിക്കുമ്പോൾ പോലും ആ ഓടയുടെ നാറ്റം നമ്മുടെ മൂക്കിലേക്ക് വരും. ആ സന്ദർഭത്തിലാണ് ഒരു കാലത്ത് കേരളത്തിൽ അന്യൻ്റെ വിസർജ്യം ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു എന്ന് നമ്മൾ. അപ്പോൾ ഈ മനുഷ്യരുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഒരു കൃതിയായിരുന്നു തോട്ടിയുടെ മകൻ. ഓടയിൽ നിന്ന് പറഞ്ഞ വേറൊരു പുസ്തകം ആരാ എഴുതിയത്? P. കേശവദേവ്. അതിനകത്ത് റിക്ഷാക്കാരനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരെ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷാക്കാരൻ്റെ ജീവിതം. ഇതൊക്കെ ആവിഷ്കരിക്കുന്ന കൃതികൾ വന്നു. അത് പിന്നെ ബഷീറിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ബഷീർ. ശരിക്കും വായനയെയും അറിവിനെയും കുറിച്ച് വളരെ ശക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. കേട്ടിട്ടുണ്ടല്ലോ. ഏത് കൃതിയിലെന്നറിയാമോ? ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടാറെന്ന് പറഞ്ഞ പുസ്തകത്തിൽ കുഞ്ഞിപ്പാത്തുമ്മ എന്ന് പറയുന്ന കഥാപാത്രം, അവൾക്ക് അക്ഷരം അറിഞ്ഞുകൂടാത്ത കുഞ്ഞിപ്പാത്തുമ്മയെ അവളുടെ അയൽപ്പക്കത്ത് താമസത്തിന് വന്ന നിസാർ അഹമ്മദിൻ്റെ സഹോദരി അക്ഷരം പഠിപ്പിക്കുകയാണ്. അക്ഷരം പഠിപ്പിച്ച് അത്യാവശ്യം വായിക്കാവുന്ന അവസരമായപ്പോഴാണ് അവൾക്ക് ലോകത്തെക്കുറിച്ച് മനസ്സിലാകാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൻ്റെ മുകളിലെ ഓലയിൽ നിന്ന് വെളിച്ചത്തിൻ്റെ കീറിങ്ങി താഴേക്ക് വരുന്നത്. ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് പറയുന്നത് ഏത് വെളിച്ചമാണ്? ഓലയിൽ നിന്ന് വന്ന വെളിച്ചമല്ല. വിജ്ഞാനത്തിൻ്റെ വെളിച്ചം, അറിവിൻ്റെ വെളിച്ചം, വായനയുടെ വെളിച്ചം. ആ വെളിച്ചം ആ പെൺകുട്ടിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് അല്ലേ? അപ്പം ബഷീർ ഒരുപാട് വാക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആകാശമിട്ടായി ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് എവിടെയാണ്? ബഷീറിൻ്റെ കൃതി അല്ലേ? ബഷീറിൻ്റെ കൃതിയിലാണ്. പ്രേമലേഖനം എന്ന കൃതിയിൽ അതിനകത്ത് പ്രണയബദ്ധരാകാൻ പോകുന്ന കേശവൻ നായരും സാറാമ്മയും കൂടെ ഒരു കുട്ടി ജനിച്ചാൽ എന്ത് പേരിടും എന്ന് ആലോചിക്കുമ്പോഴാണ് പറയുന്നത്, നമുക്ക് ആകാശമുട്ടായി എന്ന് പേരിട്ടാലോ
എന്ന് ചോദിക്കും. അതുപോലെ നിങ്ങൾ ബാലരമയിൽ കാണുന്ന ലുട്ടാപ്പിയെ എത്രയോ കൊല്ലം മുമ്പ് സൃഷ്ടിച്ച ആളാണ് ബഷീർ. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഭാവന, അദ്ദേഹത്തിൻ്റെ ഭാവന ഒരിക്കൽ ചുമ്മാ ഇരുന്ന ഒരു മനുഷ്യൻ്റെ മൂക്ക് നീളുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. എങ്ങനെയിരിക്കും? ഒരാളിരുന്നപ്പോൾ അയാളുടെ മൂക്ക് വളരാൻ തുടങ്ങി, താഴേക്ക് വളർന്നു വരുന്ന മൂക്കിനെ ചൊല്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കാണാൻ വരുന്ന ആളുകൾ. അവസാനം ഇയാൾ സമ്പന്നനാകുന്നു, ഇയാളൊരു സെക്രട്ടറിയെ വയ്ക്കുന്നു. അങ്ങനെ ഭയങ്കര രസകരമായ കഥകൾ പറഞ്ഞിട്ടുള്ള ആളാണ്. എന്തിനു പറയുന്നു? ബഷീറിൻ്റെ ആട് പോലും പുസ്തകം തിന്നുമായിരുന്നു. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടെന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ആട് ബാല്യകാല സഖി അടക്കമുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് തിന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ ലോകങ്ങൾ സൃഷ്ടിച്ച എഴുത്തുകാരുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് MD പോലെയുള്ള ആളുകളും മാധവിക്കുട്ടിയെ പോലെയുള്ള ആളുകളും അത് കഴിഞ്ഞിട്ട് മുകുന്ദനും കാക്കനാടനും OV വിജയനും അങ്ങനെ മലയാളത്തെ ധന്യമാക്കിയ ഒരുപാട് എഴുത്തുകാരുടെ ഒരു ലോകം നമുക്കുണ്ട്. അതുപോലെ തന്നെ വിശ്വസാഹിത്യത്തിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ വന്ന 1-2 കുറിപ്പുകൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒരാൾ പുസ്തകം വായിക്കാൻ വേണ്ടി അയാളുടെ എഞ്ചിനീയർ പണി രാജിവെച്ച് വീട്ടിലിരിക്കുകയാണ്. എഞ്ചിനീയർ പണി ഉപേക്ഷിച്ച് പുസ്തകം വായിക്കാനിരിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തുന്നു. ഒരു വീട്ടമ്മ എഴുതിയിരിക്കുകയാണ്. അവർ വയസ്സായി. പണ്ട് ചെറുപ്പകാലത്ത് അവർ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആനുകാലികത്തിൽ അടിച്ചു വരികയാണ്, മലയാള നാട്ടിൽ അടിച്ചു വരികയാണ്. ആ സമയത്ത് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതൃഭൂമിയിൽ വരുമ്പോൾ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ ഗർഭിണിയായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവർ പ്രസവിക്കാൻ സമയമായതുകൊണ്ട് ചില ലക്കങ്ങൾ വായിക്കാൻ സാധിച്ചില്ല. അതിനെക്കുറിച്ചുള്ളൊരു ഖേദം അവർ പറയുകയാണ്, എൻ്റെ തുടർച്ച പോയല്ലോ എന്ന്. വേറൊരു ആൾ എഴുതിയിരിക്കുന്നത് അയാളുടെ വീട്ടിലെ ഈ കാരമസോവ് സഹോദരന്മാരെന്ന് പറയുന്ന കൃതി കേട്ടിട്ടുണ്ടോ? കാരമസോവ് സഹോദരന്മാർ ദസ്തേവിസ്കിയുടെ വളരെ വിശ്വപ്രസിദ്ധമായ ഒരു ക്ലാസിക് കൃതിയാണ്. ഈ കൃതി അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ ഒരു സ്ഥലത്ത്, കിടപ്പ് മുറിയിൽ ഒരു സ്ഥലത്ത്, വേറൊരു മുറിയിൽ ഒരു സ്ഥലത്ത്, 3-4 സ്ഥലത്ത് ഈ പുസ്തകം വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് നോക്കണം. നമ്മൾ ചിലപ്പോൾ ഇയാളെ ഭ്രാന്തനെന്ന് വിളിക്കും, അയാൾക്ക് വട്ടാണ്, അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അല്ല, ഒരു പുസ്തകത്തെ ഒരാൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് തെളിയിച്ചു തരുന്നത്. എൻ്റെ അധ്യാപകൻ കൂടിയായ വിനേന്ദ്ര സാറ് ഒരു കവിതയിൽ എഴുതുന്നുണ്ട്, വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ. കേട്ടിട്ടുണ്ടോ? വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന കവിതയാണ്. അടുത്ത വരികയാണ്, കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ. അപ്പം വിനേന്ദ്ര സാറിൻ്റെ താമസ സ്ഥലങ്ങളിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. അദ്ദേഹം വാടകയ്ക്ക് പല വീടുകളിൽ താമസിച്ചിരുന്നു, പ്രത്യേകിച്ച് കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറേ അലമാരകളുണ്ട്. അലമാരകളിൽ നിറച്ച് പുസ്തകങ്ങളാണ്. പിന്നെ പുസ്തകങ്ങൾ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അദ്ദേഹം നടക്കുന്നിടത്തും കിടക്കുന്നിടത്തും ബാത്റൂമിലും അടക്കം പുസ്തകങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കും. അതിനിടയ്ക്ക് ഒരു ചെറിയ കട്ടിൽ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഒരാളായിരുന്നു എൻ്റെ അധ്യാപകനായ വിനേന്ദ്ര സാർ. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കുകയാണ്. ഏറ്റവും അവസാനം നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലേണ്ട ഒരു 4 വരി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മലയാളത്തിലെ പ്രമുഖനായ മറ്റൊരു കവി എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്. പറഞ്ഞോളൂ. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെല്ലാം എവിടെയുണ്ടെന്നാണ്? പുസ്തകങ്ങളിലുണ്ട്. വിസ്മയമുണ്ട്, വിജ്ഞാനമുണ്ട്, ആനന്ദമുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് വളരുകയും ചിന്തയിലൂടെ വിവേകം നേടുകയും നമ്മുടെ ഭാവനയെ വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. എന്തൊക്കെ സാങ്കേതിക സൗകര്യങ്ങളുണ്ടെങ്കിലും, കമ്പ്യൂട്ടർ ടെക്നോളജി എത്രയേറെ വികസിച്ചിട്ടുണ്ടെങ്കിലും, ആ പഴയ പുസ്തകത്തിൻ്റെ മണമുണ്ടല്ലോ, അതിന് തുല്യമാകാൻ ഇതിലൊന്നിനും സാധിക്കില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്ന ഈ പുസ്തകോത്സവ സമിതിക്ക്, ഈ നിയമസഭയ്ക്ക്, അതുപോലെ ഇന്ന് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.